എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പലതരത്തിലുള്ള മീനുകൾ കട്ട് ചെയ്ത് നമ്മൾ മീൻ എളുപ്പത്തിൽ വൃത്തിയാക്കുന്ന വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കടലിലുള്ള മീൻ വൃത്തിയാക്കുന്ന വീഡിയോ അല്ല കേട്ടോ. നമ്മൾ ആറ്റിൽ നിന്ന് പിടിക്കുന്ന മീൻ എങ്ങനെയാണ് എളുപ്പത്തിൽ വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ആറ്റുമീൻ വൃത്തിയാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം അത് നല്ല വഴുവഴുപ്പുള്ള മീനായതുകൊണ്ട് തന്നെ നമുക്ക് വൃത്തിയാക്കാൻ എളുപ്പമല്ല. അപ്പോൾ അതിന് എളുപ്പത്തിലുള്ള ട്രിക്ക് ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ മീനെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതൊരു കത്തിയും ഒരു കത്രികയാണ്. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ഈ മീനെന്ന് പറയുന്നത് ഭയങ്കര വഴുവഴുപ്പുള്ള മീനാണ്. നമ്മൾ ആറ്റിൽ നിന്നുള്ള മീൻ നമുക്ക് വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാം, നല്ല വഴുവഴുപ്പാണ്. അപ്പോൾ അത് എളുപ്പത്തിൽ വൃത്തിയാക്കാൻ നമുക്ക് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ചാരമാണ് കേട്ടോ. നമ്മൾ വിറകൊക്കെ കത്തിച്ചിട്ട് എടുക്കുന്ന ചാരമാണ്. അത് നമ്മളൊന്ന് കയ്യിൽ പുരട്ടിയ ശേഷം നമ്മൾ മീൻ പിടിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ വഴുവഴുപ്പില്ലാതെ നമുക്ക് ആ മീനൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ചാമ്പലാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആ മീനിലൊന്നും അത് ഒന്നും ചെയ്യില്ല. നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോൾ അതെല്ലാം ഒന്ന് പോയി കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കയ്യിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മീൻ പിടിക്കുകയാണെങ്കിൽ അത് നമ്മളതിൽ നിന്ന് വഴുതി പോകാതെ തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം മറ്റു മീനുകൾ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ആ കത്രിക ഉപയോഗിച്ച് അതിൻ്റെ ചിറകും എല്ലാം ഒന്ന് നമുക്ക് മുറിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ചാര് നമ്മൾ കയ്യിൽ പുരട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ആ ഒരു കൈ ചിറകി പോകാതെ തന്നെ നമുക്ക് ആ ഒരു മീൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിതുപോലെ ആറ്റുമീനൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാം, നല്ല വഴുവഴുപ്പാണ്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത ശേഷം അതിൻ്റെ ചെതമ്പൽ നിറയെ ചെതമ്പലായിരിക്കും ഈ ആറ്റുമീനിലൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ പെട്ടെന്ന് പോകാൻ വേണ്ടി നമ്മൾ ഒരു 5-10 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട ശേഷം എടുക്കുകയാണെങ്കിൽ ആ ഒരു ചെതമ്പലൊക്കെ നല്ലതുപോലെ പോയി കിട്ടും. അപ്പം ഞാൻ കടലിലുള്ള മീനുകൾ വൃത്തിയാക്കുന്ന പല വീഡിയോകൾ, എല്ലാത്തരം മീനുകൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്ന വീഡിയോകളും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ആറ്റുമീൻ. അപ്പം മിക്കയിടത്തും ആറ്റുമീനൊക്കെ ചിലർ വാങ്ങിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ വൃത്തിയാക്കാൻ ചിലർക്ക് പാട് കാരണം അവർ വാങ്ങിക്കാതൊക്കെ പോകും. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ മീനൊക്കെ വാങ്ങിച്ച് നിങ്ങൾ വൃത്തിയാക്കി എടുക്കും കേട്ടോ. എളുപ്പത്തിൽ തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ അതവിടെ മീനിൻ്റെ ആ ഒരു ചെതമ്പലെല്ലാം ഒന്ന് എടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് കത്രിക ഉപയോഗിച്ചുള്ളതാണ് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്യാനാണ് എടുക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ അതിൻ്റെ ആ ഒരു 2 സൈഡുള്ള ആ തലയുടെ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കത്രിക ഉപയോഗിച്ച് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ അതിൻ്റെ വേസ്റ്റ് എല്ലാം ഒന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു തലഭാഗത്തിരിക്കുന്ന അതിൻ്റെ ആ ഒരു പൂവെന്ന് പറയും കേട്ടോ, നമ്മളിവിടെയൊക്കെ അതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ അതെല്ലാം ഒന്ന് ഇളക്കി മാറ്റിയ ശേഷം നമുക്ക് ഇതിൻ്റെ ആ ഒരു വയറിൻ്റെ ഭാഗം ഒന്ന് ആ കത്രിക ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്തുള്ള എല്ലാ അഴുക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതവിടെ കത്രിക ഉപയോഗിച്ച് അത് നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ആ ഒരു അഴുക്കെല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ അതിൻ്റെ ആ ഒരു വേസ്റ്റ് എല്ലാം ഒന്ന് എടുത്ത് മാറ്റുകയാണ്. നമ്മൾ ഈ ആറ്റുമീനിലൊക്കെ പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു കാര്യം കാണും കേട്ടോ. എല്ലാ ആറ്റുമീനിലും കാണും. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഒന്ന് പൊട്ടിച്ചൊക്കെ നമ്മൾ പണ്ട് എടുക്കുമായിരുന്നു കേട്ടോ. ഇതുപോലെ നല്ല ബലൂണൊക്കെ പൊട്ടുന്ന പോലെ സൗണ്ട് കേൾക്കും. അപ്പം ഞാൻ അതവിടെ എല്ലാം ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി എടുക്കുകയാണ് കണ്ടോ. അതിൻ്റെ അകത്തുള്ള എല്ലാ അഴുക്കും ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ നമ്മൾ മീനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യാൻ നമ്മൾ അതിനെയൊക്കെ വരഞ്ഞു കൊടുക്കുന്നത് പോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അപ്പം ബാക്കിയെല്ലാം നമ്മൾ സാധാരണ മീൻ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. അധികം പാടൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഏത് സൈസിലുള്ള മീനായാലും നിങ്ങൾ വാങ്ങിച്ച് ഇതൊക്കെ കട്ട് ചെയ്യട്ടോ എളുപ്പത്തിൽ. മീൻ പ്രത്യേകിച്ച് കട്ട് ചെയ്യാൻ അറിയാത്തവരും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ കട്ട് ചെയ്ത് പഠിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ എല്ലാ 2 സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ മീൻ ഫ്രൈ ചെയ്യാനാണ് എടുക്കുന്നത്. അതിനുശേഷം ആ ഒരു വാലും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ആ എല്ലാ മീനും ഒന്ന് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ മീനെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കണം. കാരണം ചില മീനിലൊക്കെ ഉളുമ്പിൻ്റെ സ്മെല്ല് കാണും. പിന്നെ ചെറിയ ചെതമ്പലൊക്കെ എവിടെയെങ്കിലും പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ ഈ കല്ലുപ്പ് കൊണ്ട്
നമ്മൾ നല്ലതുപോലെ കഴുകിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ വഴുവഴുപ്പും എല്ലാം ഒന്ന് നല്ലതുപോലെ നമുക്ക് പോയി കിട്ടും. അപ്പോൾ നമ്മൾ കല്ലുപ്പ് ചേർക്കണതാണ് നല്ലത് കേട്ടോ. ഈ ഒരു മീൻ ഇതുപോലെ വന്നിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകി കൊടുക്കണം. അത് പൊടിയൊന്നും ഇല്ല, നമ്മൾ പതുക്കെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ. അധികം ബലപ്രയോഗം ഒന്നും ചെയ്യേണ്ട. അതിന് ശേഷം ഒരു 4-5 വെള്ളം ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പം വളരെ ഈസി ആയിരുന്നില്ലേ മീനൊക്കെ കട്ട് ചെയ്യുക. നമുക്ക് കടൽ മീനായാലും കായൽ മീനായാലും ആറ്റുവേൽ ഏത് തരം മീനായാലും നമുക്ക് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മീനെല്ലാം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ST കിച്ചൻ വേൾഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോവല്ലേ.